2026 ജൂലൈ മാസം വരെ നടന്ന 31ഓളം ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ 2024 LDCയുടെ 7 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടാതെ ഈ 2025 നവംബർ മുതൽ 2026 ജൂലൈ വരെ നടന്ന 31 ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തപ്പോൾ ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട 70 ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത്. ഈ 70 ചോദ്യങ്ങളിൽ 26ഉം ലോക വിപ്ലവങ്ങളെ സംബന്ധിച്ചാണ്. അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവം. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ചൈനീസ് വിപ്ലവം എന്നാണ്. നമ്മൾ അടുത്ത തന്നെ ക്ലാസ്സിൽ 9 ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു, അതിൽ 7 ചോദ്യങ്ങളുണ്ട്. ഇന്ന് അമേരിക്കൻ വിപ്ലവമാണ്, അതിൽ നിന്ന് 4 ചോദ്യങ്ങളാണ് ഇതിൽ പ്രത്യക്ഷപ്പെട്ടത്. അതായത് അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവം ഇത് കവർ ചെയ്താൽ, മറ്റ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളും കവർ ചെയ്താൽ ഏറെക്കുറെ അതിലെ ഒരു 40% ചോദ്യങ്ങൾ, അതായത് ലോക വിപ്ലവത്തിൽ തന്നെ 40% ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്തു, അല്ലെ, ലോക ചരിത്രത്തിലെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അമേരിക്കൻ വിപ്ലവമാണ്. അപ്പൊ ഇതിൽ നിന്ന് മുൻകാല ഈ 31 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങൾ, അതിന് മുന്നേ നടന്ന 2000 മുതൽ 2024 വരെ ചോദിച്ച 25 വരെ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് വന്ന ഫാക്ട്സ്, SCRT പഴയതും പുതിയതുമായിട്ടുള്ള ഫാക്ട്സ്, ഇങ്ങനെയാണ് നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓരോ വിഷയത്തിൽ നിന്നും, ലോക വിപ്ലവം മാത്രമല്ല, എക്കണോമിക്സ്, അതുപോലെ തന്നെ കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഇതെല്ലാം ഉൾപ്പെടുത്തിയ ഹോട്ട് ടോപ്പിക്കുകളുടെ സീക്വൻസ് തുടർന്ന് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇത് ആദ്യം നമുക്ക് എവിടേക്ക് പോകാം? അമേരിക്കൻ വിപ്ലവത്തിലേക്ക് പോവാം. അപ്പൊ അമേരിക്കൻ വിപ്ലവത്തിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചെടുക്കുക. കഴിഞ്ഞ ക്ലാസ്സിലുണ്ട്, യൂട്യൂബിലുണ്ട്. ആദ്യത്തെ ചോദ്യം നമുക്ക് LDC മലപ്പുറം ഇടുക്കിയിൽ ചോദിച്ച ചോദ്യമാണ്. 3ാമത്തെ ചോദ്യമായിരുന്നു അതിൽ കോഡ് 7, അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശരിയായവ തെരഞ്ഞെടുക്കുക. അപ്പൊ അതിൽ വന്നിട്ടുള്ളത് പ്രധാന കാരണം മെർക്കന്റലിസം ആയിരുന്നു എന്നുള്ളതാണ്. ഇത് ശരിയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് കാരണം എന്താ? അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് മതപീഡനത്തെ തുടർന്ന് പ്യൂരിറ്റന്മാർ എന്ത് ചെയ്യുകയാണ്? ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറുകയാണ്. അവിടുത്തെ മതപീഡനമാണ്. രാജാവിന്റെ മതം, ആ വിശ്വാസവും ആചാരത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും. രണ്ടാളും ക്രിസ്ത്യാനികൾ തന്നെ. അങ്ങനെ പ്യൂരിറ്റന്മാർ എന്നറിയപ്പെടുന്നവര് എവിടെ നിന്ന്? ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറുന്നു. അങ്ങനെ കുടിയേറി അവരവിടെ 13 കോളനികൾ ഉണ്ടാക്കുന്നു. എത്ര കോളനികളാണ്? ചോദ്യം വരാറുണ്ട്. 13 കോളനികൾ. ഈ 13 കോളനികളിൽ പിന്നീട് ബ്രിട്ടൻ, അവരുടെ മാതൃരാജ്യമായ ബ്രിട്ടൻ, അവിടെ ചില വ്യാപാര നയങ്ങളാണ്. അതായത് അവരുടെ കപ്പലുകളിലെ സാധനങ്ങൾ കയറ്റാവൂ, അതല്ലെങ്കിൽ അവർക്ക് മാത്രമേ തേയില വിൽക്കാവൂ, അല്ലെങ്കിൽ ഗ്ലാസിന്റെ മുകളിൽ ഉയർന്ന നികുതി, അങ്ങനെ പല നികുതികൾ, ചുങ്കങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള വ്യാപാര നയങ്ങൾ, അതിനെയാണ് മെർക്കന്റലിസം എന്ന് പറയുന്നത്. ഈ മെർക്കന്റലിസമാണ് അമേരിക്കയിൽ സ്വാതന്ത്ര്യ സമരത്തിന് കാരണമാകുന്നത്. അപ്പൊ അത് ശരിയാണ്. പ്രധാന കാരണം മെർക്കന്റലിസം ആയിരുന്നു. ആദ്യ മനുഷ്യാവകാശ പ്രഖ്യാപനം മനുഷ്യരെല്ലാം സ്വതന്ത്രരായി ജനിക്കുകയും, അല്ലെ, മനുഷ്യരെല്ലാവരും സ്വതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്, പിന്നീടാണ് അവർക്ക് ചങ്ങല വരുന്നത് എന്നുള്ളതൊക്കെ തന്നെ എന്തിന്റെ ഭാഗമായുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്? അത് അവകാശ പ്രഖ്യാപനമാണ്, മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. കൊല്ലം ചോദിക്കാറുണ്ട്. 1789 നോക്കൂ, ഫ്രഞ്ച് വിപ്ലവവുമായി ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൊല്ലമാണ് 1789. 1789 ഓഗസ്റ്റ് 12 ആ തീയതി കൂടി ഓർത്തു വെച്ചോളൂ. 1789 ഓഗസ്റ്റ് 12 എന്ത് വരുന്നത്? മനുഷ്യാവകാശ പ്രഖ്യാപനം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ പ്രഖ്യാപനം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനം വന്നാൽ നിങ്ങൾ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് കണക്കാക്കുക. എന്നാൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അത് അമേരിക്കയുമായി ബന്ധപ്പെട്ടതാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് വരുമ്പോൾ അത് അമേരിക്കയുമായി ബന്ധപ്പെട്ടതാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും അതുപോലെ തന്നെ തോമസ് കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന എന്താണ് പ്രഖ്യാപനം. ഓക്കെ, അപ്പോ മനുഷ്യരെല്ലാം സ്വതന്ത്രരായി ജനിക്കുകയും എന്ന് പറയുന്ന ആ മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. തെറ്റാണ്. ഇനി അടുത്തത് 1764 ഷുഗർ ആക്ട് പാസ്സാക്കി. ഇത് തെറ്റാ, ഇത് ശരിയാണ്. അതായത് ഇത് SCRT ബുക്കിലില്ല. ഇത് രണ്ടും SCRT ബുക്കിലുണ്ട്. ഇത് SCRT ബുക്കിലില്ല. 1764 ഷുഗർ ആക്ടും അതുപോലെ തന്നെ 1765 സ്റ്റാമ്പ് നിയമം, അങ്ങനെയുള്ള കോർട്ട് നിയമങ്ങളൊക്കെ പിന്നീട് തുടർന്ന് അങ്ങോട്ട് പല നിയമങ്ങളും വരുന്നുണ്ട്.
ഈ നിയമങ്ങളൊക്കെ നമുക്ക് മുൻകാല ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. 1764 ഷുഗർ ആക്ട് പാസ്സാക്കി. ഈ ആക്ടുകൾ വരുമ്പോൾ, നിയമങ്ങൾ വരുമ്പോൾ അത് നിങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായിട്ട് ഓർക്കണം. അതായത് ഷുഗർ ആക്ട്, അതുപോലെ തന്നെ ടൗൺഷെഡ് ചുങ്ക നിയമം, അങ്ങനെയുള്ള കോർട്ട് ഫീ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെയുള്ള നിയമങ്ങളെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ അത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ചില നികുതികളുടെ പേര് പറയും. തിതെ, തേയില തുടങ്ങിയ നികുതികളുടെ പേര് വന്നാൽ അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കോമൺ ആയിട്ട് നമ്മളൊരു ഇന്റലിജന്റ് ആയിട്ട് ആലോചിച്ചാൽ നമുക്ക് അങ്ങനെ കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ശരിയാണ്, ഇതും ശരിയാണ്. ഇതിൽ ഏതാണ് തെറ്റ്? രണ്ടാമത്തേതാണ്. അപ്പൊ ഓപ്ഷനിൽ രണ്ടല്ലാത്ത ഒന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. ഓപ്ഷനിൽ രണ്ടല്ലാത്തത് ഏതാണ്? ഇവിടെ നോക്കൂ, ഓപ്ഷനിൽ ഇവിടെയൊക്കെ രണ്ടുണ്ട് അല്ലെ, ഇവിടെയൊക്കെ രണ്ടുണ്ട്. അതുകൊണ്ട് രണ്ടില്ലാത്ത 1, 3, 4 ഇവിടുത്തെ ശരി. അപ്പോ ഇത് മാത്രം അറിഞ്ഞാൽ മതി. മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് വിപ്ലവവുമായിട്ടും സ്വാതന്ത്ര്യ പ്രഖ്യാപനം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തുവെച്ചാൽ ബാക്കി ഒന്നും അറിയില്ലെങ്കിലും 2 തെറ്റാണ്. അതുകൊണ്ട് രണ്ടില്ലാത്ത ഒരു ഓപ്ഷനേ ഇവിടെ 1, 3, 4 കിട്ടിയില്ലേ? ഇനി അടുത്തത് നോക്കൂ. അപ്പോ ഷുഗർ ബാക്കിയെല്ലാം തന്നെ ശരിയാണ്. ഇനി അടുത്ത പരീക്ഷയുടെ നമ്മൾക്ക് ചോദിക്കുകയാണെങ്കിൽ 17/1/2026 2026 ജനുവരി PSC നടത്തിയ ചോദ്യത്തിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? അതായത് ഇപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട ചില പ്രധാനപ്പെട്ട തത്വചിന്തകന്മാരുണ്ട്. അതിലൊന്നാണ് റൂസോ അല്ലെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോ. അതുപോലെ തന്നെ അവിടെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വോൾട്ടയർ. ഇവരെയൊക്കെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ഓർത്തിരിക്കണം. എന്നാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഓർത്തിരിക്കേണ്ട ആളാണ് ഇപ്പൊ ജോൺ ലോക്ക്. ജോൺ ലോക്ക് ആണ് നമ്മൾ ഓർക്കുക. ജോൺ ലോക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ജോൺ ലോക്ക് എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ജോൺ ലോക്ക്. അപ്പൊ അത് ജോൺ ലോക്കുമായി ബന്ധപ്പെട്ടതാണ്. മൗലികാവകാശങ്ങൾ ലോക്കാക്കി എന്ന് ആലോചിച്ചാൽ മതി. മറ്റൊന്ന്, അവിടെ ഒരു ലഘുലേഖ ചോദിക്കാറുണ്ട്. എന്താ ചോദിക്കാറ്? ലഘുലേഖ. കോമൺ സെൻസ്. കോമൺ സെൻസ് തോമസ് പെയിൻ ആണ്. അപ്പോ കോമൺ സെൻസ് ഇല്ലെങ്കിൽ പെയിൻ വരും എന്ന് ഓർത്തു വെച്ചാൽ മതി. ഇതൊക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. കോമൺ സെൻസ് എന്നുള്ള ലഘുലേഖ ആരാണ്? തോമസ് പെയിൻ ആണ്. മറ്റൊന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയ 2 ആളുകൾ. അത് ഒരു ബെഞ്ചിലിരുന്ന് തോമസും അവന്റെ ഫ്രണ്ടിന്റെ അങ്കിളും ചേർന്ന് ഒരു ബെഞ്ചിലിരുന്ന് തോമസും അവന്റെ ഫ്രണ്ടിന്റെ അങ്കിളും ചേർന്ന്, അതായത് ഫ്രാങ്ക്ലിൻ. അപ്പൊ തോമസ് ഫ്രാങ്ക്ലിൻ. അപ്പോ തോമസ് ജെഫേഴ്സൺ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയ ആളാണ്. ഒപ്പമുണ്ടായിരുന്ന ഒരാളാണ് ആര്? ബെഞ്ച്. തോമസിന്റെ ഫ്രണ്ടിന്റെ അങ്കിൾ ഫ്രാങ്ക്ലിൻ. അപ്പോ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോ 2 ആളെയും ഓർത്തിരിക്കുക. ഇനി പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? സാധാരണ PSC പരീക്ഷകളിൽ വരുന്ന 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്. എന്നാൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ റെപ്രസെന്റേഷൻ നോ ടാക്സ് എന്ന് പറഞ്ഞത് അത് ആരാണ്? അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ള മുദ്രാവാക്യം അത് ജെയിംസ് ഓട്ടിസ് ആണ്. ഓട്സിന് നികുതി കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്ന് ഓർത്തു വെച്ചാൽ മതി. ഒരു ജസ്റ്റ് നിങ്ങൾ ഓർക്കുക, ഓട്സിന് നികുതി കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്ന് ഓർത്തു വെച്ചാൽ നമുക്കത് കിട്ടും. അപ്പോ അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട ആളുകളെ നിങ്ങൾക്ക് ഓർത്തു. സ്വാതന്ത്ര്യ പ്രഖ്യാപനം തോമസ് ആണ്. ആരാണ്? തോമസ് ആണ്. തോമസ് ജെഫേഴ്സൺ ആണ്. തോമസ് ജെഫേഴ്സൺ ആണ്. ആ തോമസ് ജെഫേഴ്സണും ബെഞ്ചിലിരുന്ന് തോമസിന്റെ ഫ്രണ്ടിന്റെ അങ്കിളും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്ന് എഴുതി തയ്യാറാക്കി. എന്നാൽ നമുക്കറിയാം കോമൺ സെൻസ് ഇല്ലെങ്കിൽ പെയിൻ ഉണ്ടാവും. പെയിനുമായി ബന്ധപ്പെട്ടതാണ് കോമൺ സെൻസ് എന്നുള്ള ലഘുലേഖ. മറ്റൊന്ന്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ഓട്സിന് നികുതി കൊടുക്കില്ല. അപ്പൊ ജെയിംസ് ഓട്ടിസ് എന്ന് നമ്മുടെ വായയിൽ വരും. മറ്റൊന്ന്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് മൗലികാവകാശങ്ങൾ ലോക്കാക്കി. അപ്പോ ലോക്ക് എന്നോർക്കുക, മൗലികാവകാശം. ഈ പ്രധാന നേതാക്കന്മാരെ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ നീങ്ങുകയാണെങ്കിൽ അങ്ങനത്തെ 3 ചോദ്യങ്ങൾ കണ്ടു. 4ാമത്തെ ഒരു ചോദ്യം
ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ കാലഗണന തിരഞ്ഞെടുക്കുക. അപ്പൊ ഇതിൽ നോക്കണം, പാരീസിലെ ബാറ്റ്സൺ കോട്ടയുടെ പതനം, ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം, ഇത് രണ്ടും പാരീസ് ഫ്രാൻസിലാണല്ലോ. അതേസമയം നോക്കണം കേട്ടോ, പാരീസ് ഫ്രാൻസിലായതുകൊണ്ട് പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അതൊന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. പാരീസ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കി പാരീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് പോകും. അതായത് പാരീസിലെ ബാസ്റ്റൽ കോട്ടയുടെ പതനം, ആ കോട്ടയുടെ പതനം ഫ്രഞ്ച് വിപ്ലവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണ്. 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം, ഈ കോട്ടയുടെ പതനത്തിന് ശേഷമാണ് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. അതും 1789 ഓഗസ്റ്റ് 12 ഓർത്തിരിക്കുക. എന്നാൽ ബോസ്റ്റൺ ടീ പാർട്ടി അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 തന്നെ ജൂലൈ മാസത്തിൽ നടക്കുന്ന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ലല്ലോ. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ്. അതുകൊണ്ട് ഇതിൽ ആദ്യം ഉണ്ടാവുക ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. ബോസ്റ്റൺ ടീ പാർട്ടി അപ്പൊ രണ്ടിൽ തുടങ്ങണം. എത്ര ഓപ്ഷൻ ഉണ്ട്? ഇവിടെയുണ്ട്. ഈ രണ്ടെണ്ണം എടുത്താൽ മതി. ഇനി വരിക പാരീസിലെ ബാസ്റ്റൺ കോട്ടയുടെ പതനമാണോ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനമാണോ? അത് ബാസ്റ്റൺ കോട്ടയുടെ പതനത്തിന് ശേഷമാണ് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അപ്പോ അവിടെ 2, 1, 3 എന്നുള്ള സീക്വൻസ് ആണ് വേണ്ടത്. അങ്ങനെ വരുന്നത് 2, 1, 3 എന്ന് വരുന്നത് ഇവിടെ എയിലാണ്. അപ്പൊ നമുക്ക് ഈ കൊല്ലങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഓർത്തിരിക്കണം നിങ്ങൾ. 1773 ബോസ്റ്റൺ ടീ പാർട്ടി. 1773. അതിന് നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. അതായത് 1789 ഫ്രഞ്ച് വിപ്ലവം. 7, 8, 9 ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. 7, 8, 9 ഓർത്തിരിക്കാൻ എന്ത് ബുദ്ധിമുട്ട്? അപ്പൊ 7, 8, 9 തുടർച്ചയായ നമ്പർ അല്ലേ? 1789 അവിടെയാണ് ഫ്രഞ്ച് വിപ്ലവം. 1789 ആദ്യഘട്ടത്തിലാണ്. ആ 89 ആദ്യത്തെ വർഷം എടുക്കുക, 1781. 1781 അമേരിക്കയുടെ എന്ത് വരുന്നത്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം വരുന്നത്. അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വരുന്നത് എന്നാണ് 1781. അപ്പൊ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് മുമ്പ് അവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് മുമ്പ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ബ്രിട്ടന്റെ വ്യാപാര നയങ്ങൾ. ആ ബ്രിട്ടന്റെ വ്യാപാര നയങ്ങളിൽ നമ്മൾ നേരത്തെ പഠിച്ചു. 1764 65 നിയമങ്ങൾ വരുന്നു. 64, 65 അതായത് 1780. അതിനു മുമ്പ് 1770. അതിനു മുമ്പ് 1764, 65 ചില നിയമങ്ങൾ വരുന്നു. പിന്നെ തുടർച്ചയായിട്ടുള്ള നിയമങ്ങൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തേയിലയ്ക്കൊക്കെ തന്നെ കനത്ത നികുതി ഏർപ്പെടുത്തുന്നുണ്ട്. ബ്രിട്ടന്റെ തേയില ഉപയോഗിച്ചാൽ മതി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില ഉപയോഗിച്ചാൽ മതി. ഈ കോളനി നിവാസികൾ, ഈ പ്യൂരിറ്റന്മാരുണ്ടല്ലോ, എവിടെ മെയ്ഫ്ലവർ എന്നുള്ള കപ്പലിൽ എവിടേക്ക് പോയ ഇംഗ്ലണ്ടിലെ മതപീഡനത്തെ തുടർന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ കോളനിക്കാർ അവരുടെ സ്വന്തം കാശ് കൊണ്ടും സ്വന്തം അധ്വാനം കൊണ്ടും അവിടെ 13 കോളനികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ബ്രിട്ടൻ അവിടെ കയറിയിട്ട് അവരുടെ വ്യാപാര നയങ്ങൾ നടപ്പിലാക്കുകയാണ്. ആ വ്യാപാര നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ കനത്ത നികുതികൾ, ചില നിർബന്ധങ്ങൾ. ഞങ്ങളുടെ തേയില ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങിയാൽ മതി, കോളനിക്കാർ ഉപയോഗിച്ചാൽ മതി. ഇതിനൊരു പ്രതിഷേധം നടക്കുകയാണ്. ആ പ്രതിഷേധമാണ് 1773 ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പൊ 1789 ഫ്രഞ്ച് വിപ്ലവം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ചൂടുപിടിക്കുന്നത് 1770-കളിൽ. 80-കളിൽ, ഇവിടെ 70-കളിൽ. ആ 70-കളിൽ 73. അതിൽ 3 ഓർക്കാം. 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. നോക്കൂ, ഇവിടെ ടീ പാർട്ടി ഉണ്ട്. ഈ 3-നെയും T-നെയും കൂടി ബന്ധിപ്പിച്ചാൽ മതി. അപ്പൊ 1773 ബോസ്റ്റൺ ടീ പാർട്ടിയാണെന്ന് കിട്ടും. ഇത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഓർക്കുക, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അത് 1789 ജൂലൈയിലാണ്. അതേസമയം 1773 ബോസ്റ്റൺ ടീ പാർട്ടി അത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 1789 ജൂലൈയിലാണ് ബോസ്റ്റൺ കോട്ടയുടെ പതനം. 1789 ഓഗസ്റ്റിൽ തന്നെയാണ് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനവും ഓർത്തിരിക്കുക. അപ്പോ അവിടെ ഈ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രതിഷേധിച്ച്
ഈ വ്യാപാര നയങ്ങളിൽ പ്രതിഷേധിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് മാത്രം നിങ്ങൾ ചായ വാങ്ങിയാൽ മതി, അതുപോലെ തന്നെ ഗ്ലാസ് അങ്ങനെയുള്ള തേയില അതിനൊക്കെ കനത്ത ഇറക്കുമതി ചുങ്കം ഇതൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോ അമേരിക്കക്കാര് റെഡ് ഇന്ത്യക്കാരുടെ വേഷം തിരിച്ചുകൊണ്ട് അവിടെ തീരത്തോടടുത്ത ഒരു കപ്പലിൽ നിന്ന് ചായപ്പെട്ടികൾ എന്ത് ചെയ്തു, കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് 1773. അപ്പൊ ആദ്യം നടന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്രാവശ്യത്തെ SCERT ബുക്കിൽ പ്രധാനപ്പെട്ട 2 പാഠങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഒന്ന്, ക്ലാസ് 8 പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു എന്ന് പറയുന്ന അധ്യായം 13, അതുപോലെ ക്ലാസ് 10 ആദ്യത്തെ പാഠം സാമൂഹ്യ ശാസ്ത്രത്തിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളുമാണ്. ഈ 26 ചോദ്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ലോക വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് 26 ചോദ്യങ്ങളാണ്. ആ 26 ചോദ്യങ്ങൾ നിങ്ങൾക്ക് SCERT മാത്രം പഠിച്ചാൽ കിട്ടില്ല. അതിന് പുറമേയുള്ള മുൻകാല ചോദ്യങ്ങളും കൂടി പഠിച്ചാൽ മതി. മുഴുവൻ കവർ ചെയ്യുന്നുണ്ട് പഴയ SCERT ബുക്ക്. ഇതൊക്കെ കൂടി ചേർന്നാണ് നമ്മുടെ നോട്ട്. ഓക്കെ, അപ്പോ ഇതുപോലുള്ള എല്ലാ ഹോട്ട് ടോപ്പിക്കൊന്നും ഈ നോട്ട് കിട്ടും. ഈ നോട്ട് നിങ്ങൾക്ക് പിന്നീട് എവിടുന്ന് കിട്ടും? ഈ നോട്ട് ഇതിന്റെ PDF നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും. ഇതിന്റെ എക്സാമും ടെലിഗ്രാം ചാനലിൽ കിട്ടും. അപ്പൊ അങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ കവർ ചെയ്യും. നമ്മളോടൊപ്പം ഫോളോ ചെയ്യുക. അപ്പോൾ അതിന് കിട്ടാൻ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നടത്തുന്നുണ്ട്. ഇംഗ്ലണ്ടിന്റെ മതപീഡനങ്ങളിൽ നിന്ന് ഓടിയകന്ന് അമേരിക്കക്കാരെ 13 കോളനികളാണ് സ്ഥാപിക്കുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പൊ എത്ര കോളനികൾ സ്ഥാപിച്ചു എന്നുള്ളത് PSC ചോദ്യമാണ്. ഒന്ന് കമന്റ് ചെയ്യൂ. എത്ര കോളനികളാണ് സ്ഥാപിച്ചത്? 13 കോളനികളാണ് സ്ഥാപിച്ചത്. മറന്നു പോകരുത്. എത്ര കോളനികൾ? 13 കോളനികൾ. ഇനി ഇങ്ങനെ പോയ ഇംഗ്ലണ്ടിലെ മതപീഡനത്തെ തുടർന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ആദ്യ ആളുകൾക്ക് ഒരു പേരുണ്ട്. അത് നിരന്തരം ചോദിക്കുന്നതാണ്. തീർത്ഥാടക പിതാക്കന്മാർ എന്നാണ്. പിൽഗ്രിം ഫാദേഴ്സ്. വളരെ സിമ്പിളായിട്ട് ഓർക്കുക അല്ലെ. ഇംഗ്ലണ്ടിൽ നിന്ന് തീർത്ഥാടനം പോലെ അവർ അമേരിക്കയിലേക്ക് പോയി. അവരെയാണ് തീർത്ഥാടക പിതാക്കന്മാർ. അവർ സഞ്ചരിച്ചിരുന്ന കപ്പലിന്റെ പേര് ചോദിക്കും. അത് മെയ് ഫ്ലവർ എന്നാണ്. അവർ സഞ്ചരിച്ചിരുന്ന കപ്പലിന്റെ പേരേതാണ്? മെയ് ഫ്ലവർ. അവരുടെ പേരെന്താണ്? തീർത്ഥാടക പിതാക്കന്മാർ. മറ്റൊരു ചോദ്യം വരിക, അവർ അമേരിക്കയിൽ എവിടെയാണ് എത്തിയത്? അവർ എത്തിച്ചേർന്ന സ്ഥലം മൗത്തിലാണ് എന്ന് ഓർത്തു വെക്കുക. അമേരിക്കയുടെ മൗത്തിലാണ്, പ്ലിമൗത്ത്. ആ പ്ലിമൗത്ത് എവിടെയാണ്? അതിലും മായുണ്ട്, മസാച്ചുസെറ്റ്സ് ആണ്. അപ്പൊ മച്ചാന്മാര് അമേരിക്കയുടെ മൗത്തിലെത്തി സെറ്റായി എന്നോർത്ത് വെച്ചോളൂ. അപ്പോ അവിടെ ഓർക്കാലോ, പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ് അവരുടെ പേര്. അവർ പോയ കപ്പല് മെയ് ഫ്ലവർ എന്നാണ്. അവര് പ്യൂരിറ്റന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. അവർ പോവാനുള്ള കാരണം ഇംഗ്ലണ്ടിലെ മതപീഡനത്തെ തുടർന്നാണ്. അങ്ങനെ അവർ എത്തിച്ചേർന്ന സ്ഥലം അമേരിക്കയുടെ മൗത്തിലാണ്, പ്ലിമൗത്തിലാണ്. പ്ലിമൗത്ത് എവിടെയാണ്? മച്ചാന്മാർ സെറ്റായി മസാച്ചുസെറ്റ്. അപ്പൊ മസാച്ചുസെറ്റ്സിലാണ്. ഇനി അവരുടെ ഇംഗ്ലണ്ടിലെ ആരാധനാ സംഘർഷങ്ങൾ കാരണം വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയ ക്രൈസ്തവ വിഭാഗം, എല്ലാവരും ക്രിസ്ത്യാനികൾ തന്നെ, പക്ഷെ രാജാവിന്റെ വിഭാഗത്തിലല്ല ഇവര് പ്യൂരിറ്റന്മാരാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഭാഗം എന്താണ് വരുന്നത്? 13 കോളനികളാണ് അവർ സ്ഥാപിച്ചത്. അതും ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞതൊക്കെ തന്നെ മുൻകാല PSC ചോദ്യങ്ങളാണ് കേട്ടോ. എത്ര കോളനികൾ സ്ഥാപിച്ചു? അമേരിക്കയിലേക്ക് കുടിയേറിയ ആദ്യത്തെ കുടിയേറ്റക്കാർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പിൽഗ്രിം ഫാദേഴ്സ്. അവർ പോയ കപ്പല് മെയ് ഫ്ലവർ. എത്ര കോളനികൾ സ്ഥാപിച്ചു? 13 എണ്ണം. അവരെവിടെ എത്തിച്ചേർന്നു? മസാച്ചുസെറ്റ്സിലെ പ്ലിമൗത്തിൽ. അത് കൂടാതെ ഈ വിഭാഗത്തിന്റെ പേരും ചോദിച്ചിട്ടുണ്ട്, പ്യൂരിറ്റന്മാർ. സെറ്റായല്ലോ. അപ്പോ അടുത്ത ഭാഗം മെർക്കന്റിലിസ്റ്റ് നയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ 13 കോളനികൾ സ്ഥാപിച്ചെങ്കിലും അവരുടെ മാതൃരാജ്യമായ ബ്രിട്ടൻ അവിടെയും കയറി കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. എന്താണ് ആ കുത്തിത്തിരിപ്പ്? അവരുടെ വ്യാപാര നയങ്ങളാണ്. കോളനികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക. അപ്പൊ അതിനാദ്യം കൊണ്ടുവരുന്നത് നാവിക നിയമങ്ങളാണ്. എന്താണ് നാവിക നിയമങ്ങൾ? നോക്കൂ, കോളനിയിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അവർ ഫ്രാൻസിലേക്കൊക്കെ കയറ്റി അയക്കുന്നുണ്ട്. പക്ഷെ കോളനി ഉൽപ്പന്നങ്ങൾ ഇനി ബ്രിട്ടീഷ് കപ്പലുകളിൽ മാത്രമേ കയറ്റി അയക്കാവൂ. ആദ്യത്തെ നിയമം വന്നു. ദേഷ്യം പിടിക്കാതിരിക്കോ? പിന്നെ വ്യാപാര നിയമങ്ങൾ, മർക്കന്റലിസ്റ്റ് നയങ്ങൾ. തുകൽ, പരുത്തി, പഞ്ചസാര ഇത് ബ്രിട്ടനിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. അവിടുന്ന് പീഡനം സഹിക്കാതെ എങ്ങോട്ട് വന്നത് ആര്? മെയ് ഫ്ലവർ എന്നുള്ള കപ്പലിൽ തീർത്ഥാടക പിതാക്കന്മാർ, പിൽഗ്രിം ഫാദേഴ്സ്. ഇപ്പൊ എന്താ പറയണത്? ഇവിടുന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ ചിലത്, തുകല്, പരുത്തി, പഞ്ചസാര, അത് ബ്രിട്ടനിലേക്ക് മാത്രം കയറ്റി അയക്കണം. 1764 ഷുഗർ ആക്ട് വരുന്നു. എന്താണ് ഈ ഷുഗർ ആക്ട് എന്ന് പറഞ്ഞാൽ? ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയ്ക്ക് കനത്ത നികുതി. അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇത് ആദ്യത്തെ പ്രധാന ബ്രിട്ടീഷ് നികുതി നിയമമാണ്.
ഇനി അടുത്തതോ 1765 1765 മുദ്രപത്ര നിയമം വരികയാണ്, ക്വാർട്ടറിംഗ് ആക്ട് വരികയാണ്, അല്ലെങ്കിൽ സ്റ്റാമ്പ് ആക്ട് വരികയാണ്. എല്ലാ ഔദ്യോഗിക കോടതി രേഖകളിലും ബ്രിട്ടന്റെ സ്റ്റാമ്പ് പതിക്കണം. അപ്പൊ 64 65 ഷുഗർ ആക്ടും മുദ്രപത്ര നിയമവും ഓർത്തു വെച്ചോളൂ. ടെക്സ്റ്റ് ബുക്കിലില്ല, മുൻകാല ചോദ്യ പേപ്പറുകളിലുണ്ട്. ഓക്കെ, അടുത്തത് ഏതാണ് വരുന്നത്? അങ്ങനെ 1760 1789 1780കൾ ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട 89. 1781 89 8 വർഷം മുമ്പേ 81 അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. 1781 മുന്നോട്ട് പോയാൽ നമുക്ക് 73 74 75 76 സിമ്പിൾ ആയിട്ട് ഓർക്കാം. 1773 74 75 76 73 ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി. എങ്ങനെയാ ഓർക്കുക? 1780കളിൽ 89 ഫ്രഞ്ച് വിപ്ലവം, അതിന് 10 വർഷം മുമ്പ് എടുക്കുമ്പോ 1770കൾ. ആ 1770കളിലാണ് പ്രധാനപ്പെട്ട സംഭവം ബോസ്റ്റൺ ടീ പാർട്ടി. ടി എന്നുള്ളതിലെ 3 ഓർത്തു വെച്ചാൽ 1773 ബോസ്റ്റൺ ടീ പാർട്ടി. എന്നിട്ട് പിന്നീട് 3 സമ്മേളനങ്ങൾ ഫിലാഡൽഫിയയിൽ നടക്കുന്നുണ്ട്. അതും പരീക്ഷയ്ക്ക് വരും. ഈ ടീ പാർട്ടിക്ക് ശേഷം സമ്മേളനങ്ങൾ. ടീ പാർട്ടി കഴിഞ്ഞു, പിന്നെ സമ്മേളനം 74 75 76 ഫിലാഡൽഫിയയിലാണൊക്കെ. ഒന്നാം ഫിലാഡൽഫിയ 74, രണ്ടാം ഫിലാഡൽഫിയ 75, മൂന്നാം ഫിലാഡൽഫിയ 76. അപ്പൊ 70കളിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പോ അതിൽ 1773, അത് കഴിഞ്ഞ 1773 ടീ ആക്ട്, ആ ടീ ആക്ടുമായി ബന്ധപ്പെട്ട് ബോസ്റ്റൺ ടീ പാർട്ടി 1773. അപ്പോ എന്താണ്? ടൗൺഷെഡ് നിയമം വരികയുണ്ട്. ആ ടൗൺഷെഡ് നിയമം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ നോക്കൂ, കോർട്ട് ആക്ട് പറഞ്ഞു, നമ്മൾ പഞ്ചസാര നിയമം പറഞ്ഞു. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ലോക വിപ്ലവത്തിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ ഉറപ്പിച്ചോളൂ അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പൊ ആ നിയമങ്ങൾ അധികവും. അതേസമയം ടാക്സിന്റെ പേര് വന്ന തേയില തുടങ്ങിയ ടാക്സിന്റെ പേരാണ് വരുന്നതെങ്കിൽ അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ ടൗൺഷെഡ് നിയമം എന്താണ്? ബ്രിട്ടീഷ് ധനകാര്യ മന്ത്രി ചാൾസ് ടൗൺഷെഡ് എന്ത് ചെയ്തു? ഗ്ലാസ്, തേയില, കടലാസ് എന്നിവയ്ക്ക് കടുത്ത ഇറക്കുമതി നികുതി. ഇനി പ്രധാനമന്ത്രി നോർത്ത് പ്രഭു കൊണ്ടുവന്നതാണ് ടീ ആക്ട്. അതെന്താ? കോളനിക്കാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില മാത്രം വാങ്ങിയാൽ മതി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് 1773 പ്രകോപിതരായ കോളനിക്കാർ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചുകൊണ്ട് കപ്പലിലെത്തി 342 തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോ 1773 നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമല്ലോ. 1789 80കൾ ആരുടേത്? ഫ്രഞ്ച് വിപ്ലവം. അതിന് 10 വർഷം മുമ്പ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്നു. 1770കളിൽ അവിടെ ടീ പാർട്ടി എന്നുള്ളടത്ത് 3 കൊടുത്താൽ 1773 ബോസ്റ്റൺ ടീ പാർട്ടി. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നതാണത് പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത്. അത് ഈ 1773 കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷം 1783 അപ്പൊ അതും അവിടെ സെറ്റാണല്ലോ. അപ്പോ അങ്ങനെ 342 തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനി നോക്കൂ, 3 പ്രധാന ചിന്തകന്മാരെ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഓർക്കണം. 3 ആളല്ല 4 ആളുണ്ട്, പക്ഷെ നമുക്ക് ആദ്യം 3 ആളെ പഠിക്കാം. അതായത് നിങ്ങൾ ഓർക്കേണ്ടത്, ഇപ്പോ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ആരെയാണ്? പ്രധാനമായിട്ടും റൂസോയെയാണ്. എന്തെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. റൂസോ ആണ് റൊമാൻറ്റിസിസത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ചോദിക്കും. ഏതാണ്? ദ സോഷ്യൽ കോൺട്രാക്ട് ഉണ്ട്, സോഷ്യൽ കോൺട്രാക്ട് ഉണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ എമിലി എന്നുള്ള പുസ്തകം. മറ്റൊന്ന് അധികവും ചോദിക്കാറ് വോൾട്ടയർ ആണ്. വോൾട്ടയർ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവാണ്. പ്രവാചകൻ റൂസോ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ. അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള സോഷ്യൽ കോൺട്രാക്ട് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് നിങ്ങൾ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സോഷ്യൽ കോൺട്രാക്ട് ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നും അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരാളാണ് ആര്? അവിടെ വരുന്ന മറ്റൊരു ആളാണ് വളരെ പ്രധാനപ്പെട്ടത് വോൾട്ടയർ. വോൾട്ടയർ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ് കേട്ടോ, അതും കൂടി ഓർക്കുക. അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഒന്ന് ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ് ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യമായ
പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാതെ, ഞങ്ങൾക്ക് അവിടെ പ്രതിനിധികളില്ല ബ്രിട്ടീഷ് പാർലമെന്റിൽ. അപ്പൊ പാർലമെന്റ് നിയമം പാസ്സാക്കുന്ന നിയമം ഞങ്ങൾ ഒബേ ചെയ്യില്ല, നിങ്ങൾ നടപ്പാക്കുന്ന നികുതി ഞങ്ങൾ അനുസരിക്കില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അതിന് ഓട്സിന് നികുതി ഏർപ്പെടുത്തി എന്ന് ഓർത്തു വെച്ചാൽ ജെയിംസ് ഓട്ടിസ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് ഓർക്കാൻ പറ്റും എന്ന് വയ്ക്കാം. ഇനി തോമസ് പെയിൻ ആണ്. തോമസ് ജെഫേഴ്സണും ഉണ്ട്, തോമസ് പെയിനും ഉണ്ട്. അതിൽ പെയിൻ എന്നുള്ളത് ഓർത്തു വെക്കുക, കോമൺ സെൻസ് ഇല്ലെങ്കിൽ പെയിൻ ഉണ്ടാവും. എന്താണ് അദ്ദേഹം കോമൺ സെൻസ് എന്നുള്ള ലഘുലേഖ തോമസ് പെയിന്റേതാണ്. അതെന്താ പറഞ്ഞത്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാർക്ക് വിവേകപൂർണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് തോമസ് പെയിൻ. ഇനി അടുത്തത് ജോൺ ലോക്കാണ്. മൗലികാവകാശങ്ങൾ ലോക്കാക്കി എന്ന് ഓർത്തു വെച്ചാൽ മതി. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, ഒരു ഗവൺമെന്റിനും അത് ഹനിക്കാൻ അവകാശമില്ല. മറ്റൊന്ന് ഓർക്കണം, മൗലികാവകാശങ്ങൾ ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കയറും. ഓക്കെ, അപ്പൊ കണക്ട് ചെയ്യുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കിട്ടിയ കൺസെപ്റ്റിനെ നമ്മൾ കണക്ട് ചെയ്യണം. നമ്മൾ കണക്ട് ചെയ്ത് കണ്ടോ? 1773 ടീ പാർട്ടി, 1783 പാരീസ് ഉടമ്പടി. അങ്ങനെ കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്താൽ മാത്രം പോരാ, സ്പേസിൽ റിപ്പീറ്റേഷൻ വേണം. ആ സ്പേസിൽ റിപ്പീറ്റേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രീ ആപ്പ് ഉണ്ട്, PSC നിങ്ങൾ windowju.in കയറി കഴിഞ്ഞാൽ ടെലിഗ്രാമിൽ വന്നാൽ കിട്ടും. അതിൽ നിങ്ങൾക്ക് ഈ തരുന്ന ചോദ്യങ്ങളുടെ മുഴുവൻ കൺസെപ്റ്റും ക്വസ്റ്റ്യൻസ് ആക്കി നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ MCQs എന്നുള്ള ഒരു ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. അന്നന്ന് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് എന്ത് കിട്ടും? അന്നന്ന് പഠിക്കാനുള്ളതിന്റെ ഇത് ടെലിഗ്രാം ചാനലിൽ ഈ ആപ്പിലേക്കുള്ള ലിങ്ക് തരും. അവിടെ നിന്ന് നിങ്ങൾക്ക് PDF കിട്ടും, മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് വായിക്കാൻ പറ്റാവുന്ന നോട്ട്സ് കിട്ടും, പ്ലസ് എക്സാംസും കിട്ടും. അന്നന്ന് പഠിക്കാനുള്ളത്, അന്നുള്ള മാത്സ്, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ് അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അവിടെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗവും ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ പഠനം സമ്പൂർണ്ണമാക്കാം. ഓക്കെ, ഇതൊക്കെ ഞങ്ങളുടെ ഫ്രീ ആണ്. ഞങ്ങളുടെ പെയ്ഡ് കോഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, ഒരു ഗവൺമെന്റിനും അത് ഹനിക്കാൻ അവകാശമില്ല. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ സ്പേസിൽ റിപ്പീറ്റേഷൻ പഠിച്ചത് റിപ്പീറ്റ് ചെയ്യണം. ഈ റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് ഒഴിവ് സമയങ്ങളിൽ ചെയ്താൽ മതി. ആ രീതിക്ക് അനുസരിച്ചിട്ടാണ് ആപ്പ്. നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്ത് പോവാം. സ്പേസിൽ റിപ്പീറ്റേഷൻ നടത്തണം, എക്സാം ചെയ്യണം, നോട്ട് വായിച്ച് നിങ്ങളുടേതായ സ്വന്തമായ നോട്ട് ഉണ്ടാക്കണം. ഇതൊക്കെയാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഓക്കെ, ക്ലാസ് കണ്ടാൽ മാത്രം പോരാ, ക്ലാസ്സും കാണണം, ഒപ്പം തന്നെ നോട്ട് കൊടുക്കണം. അപ്പോ മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്. ജോൺ ലോക്ക് മൗലികാവകാശങ്ങൾ ലോക്കാക്കി. കോമൺ സെൻസ് ഇല്ലെങ്കിൽ പെയിൻ ഉണ്ടാവും. ജെയിംസ് ഓട്ടിസ് ഓട്സിന് നികുതി കൊടുത്തില്ല. എങ്ങനെ ഓർത്തിരുന്നാൽ അവരുടെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ലോക്കാകും. ഇങ്ങനെ കഥകളായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങളായിട്ടോ ഓർത്തിരിക്കുക. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, പറയാൻ വിട്ടുപോയതാണ്. ഇനി ഫിലാഡൽഫിയ, ഞാൻ പറഞ്ഞു 1773 ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി. തൊട്ടടുത്ത വർഷം 1774 ഒന്നാം ഫിലാഡൽഫിയ, 75 രണ്ടാം ഫിലാഡൽഫിയ, 76 മൂന്നാം ഫിലാഡൽഫിയ. അതൊക്കെ കോൺഗ്രസ് ആണ്. ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് 74, 75 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ്, 76 മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്. ഇനി ഈ 73 ഫിലാഡൽഫിയ കോൺഗ്രസ് ചോദിക്കും. ഒന്നാം അമേരിക്ക കോൺഗ്രസ് സമ്മേളനം നടന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 74 ബോസ്റ്റൺ ടീ പാർട്ടി കഴിഞ്ഞ് അടുത്ത വർഷം എന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതി. ബോസ്റ്റൺ ടീ പാർട്ടി കഴിഞ്ഞിട്ട് എത്രാമത്തെ വർഷം? അടുത്ത വർഷം എന്ന് മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഇനി അവരുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ്, ഈ ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ 13 കോളനികളിൽ ജോർജിയ ഒഴികെ ബാക്കി എല്ലാം പങ്കെടുത്തു. അത് ചോദിച്ചിട്ടുണ്ട്. ജോർജിയ, അത് ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ പങ്കെടുക്കാത്ത കോളനി ജോർജിയ ചോദിച്ചിട്ടുണ്ട്. ഇനി 75 സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താ? അതുവരെ സമാധാനമായിട്ടാണ് അവർ ബ്രിട്ടനോട് പറഞ്ഞത്, നോക്കൂ, ഈ വ്യാപാര നയങ്ങൾ ഞങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടാക്കുന്നു, നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്ന രീതിയിൽ അവരാദ്യം ഒരു സമാധാന സന്ദേശമാണ് വിളിക്കുന്നത്. അതിനെയാണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നടന്നത് രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിലാണ്. മാത്രമല്ല, ജോർജ് വാഷിംഗ്ടണിനെ അമേരിക്കൻ സൈന്യത്തിന്റെ ചീഫ് കമാൻഡറായിട്ട് നിയമിച്ചത്. അപ്പൊ ചോദിക്കാറുണ്ട്, ആരായിരുന്നു അമേരിക്കൻ സൈന്യത്തിന്റെ ചീഫ് കമാൻഡർ? ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റും ആര് തന്നെയാണ്? ജോർജ് വാഷിംഗ്ടൺ തന്നെയാണ്. അതും കൂടി ഓർത്തിരിക്കുക. ഇത് രണ്ടും പ്രധാനമായും ചോദിക്കാറുണ്ട്. അതായത് 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ ഉണ്ടാവുന്നതാണ്. അതായത് രാജാവിന് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ, സമാധാനത്തിൻ്റെതാണല്ലോ. മറ്റൊന്ന് ജോർജ് വാഷിംഗ്ടണിനെ എന്തായി? സംയുക്ത
അമേരിക്കൻ സൈന്യത്തിന്റെ ചീഫ് കമാൻഡറായിട്ട് നിയമിച്ചു. ഇനി മറ്റൊന്ന് 1776 മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് ചരിത്രപരമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. സോറി, ഞാൻ നേരത്തെ 1781 എന്ന് പറഞ്ഞിട്ടുണ്ട്. 1776 1781 പ്രത്യേകത ഉണ്ട്, ഞാൻ വിട്ടുപോയതാണ്. ചരിത്രപരമായ മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിലാണ് ചരിത്രപരമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത്. അപ്പോ 76 സ്വാതന്ത്ര്യ പ്രഖ്യാപനം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്, എന്നാൽ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 ഓഗസ്റ്റ് 12 ഏതുമായി ബന്ധപ്പെട്ട്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട്. മറന്നുപോകരുത്. 1776 ജൂലൈ മാസത്തിലാണ്. ജൂലൈ മാസം 4 നോക്കൂ, ആഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം. നമ്മുടെ ആഗസ്റ്റ് 15 3 ദിവസം മുമ്പേ. 1947 അല്ലട്ടാ, 1789 ഫ്രാൻസില്. അതേസമയം അതിന് തൊട്ട് മുന്നത്തെ മാസം ജൂലൈ. ആ ജൂലൈയിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. 76 4 പ്രധാന പ്രഖ്യാപനങ്ങൾ എന്താ? എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ജീവൻ, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം ഇവ മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങൾ എന്ന പേര് വന്നാൽ, വിപ്ലവവുമായി ബന്ധം വന്നു കഴിഞ്ഞാൽ, ഫെഡറൽ ഗവൺമെന്റ് എന്നുള്ള ഫെഡറൽ സംവിധാനം എന്നൊക്കെ വന്നാൽ നിങ്ങൾ നേരെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കയറിക്കൊള്ളുള്ളൂ. ഓക്കെ, ഫെഡറൽ ഗവൺമെന്റ് എന്നുള്ള ആശയം വരുമ്പോൾ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ലോക വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എവിടേക്ക് കയറണം? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കയറണം. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ജീവൻ, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം ഇവ മൗലികാവകാശങ്ങളാണ്. ഇത് തയ്യാറാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബെഞ്ചിലിരുന്ന് തോമസിന്റെ മകനും, തോമസ് ജെഫേഴ്സൺ, തോമസിന്റെ മകനും തോമസിന്റെ ഫ്രണ്ടിന്റെ അങ്കിളും ഫ്രാങ്ക്ലിൻ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ബെഞ്ചിലിരുന്ന് ഫ്രണ്ടിന്റെ അങ്കിളും ഫ്രാങ്ക്ലിൻ, തോമസിന്റെ മകനും തോമസ് ജെഫേഴ്സണും ചേർന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം, അമേരിക്കൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഓർക്കുക, 1776 1781 അടുത്ത് തെറ്റിയതാണ്. യോർക്ക് ടൗൺ യുദ്ധമാണ്. യോർക്ക് ടൗൺ യുദ്ധം പുറത്തേക്കുക. 1781 യോർക്ക് ടൗൺ യുദ്ധം. 1781 യോർക്ക് ടൗൺ യുദ്ധം എങ്ങനെ ഓർത്തു വെക്കണം? അതോടുകൂടിയാണ് കോൺവാലിസ് പ്രഭുവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം പരാജയപ്പെടുന്നത്. വാലും ചുരുട്ടി ഓടി എന്ന് ഓർത്തു വെച്ചാൽ മതി. കോൺവാലിസ് ചോദിക്കാറുണ്ട്, ആരാണ് പരാജയപ്പെട്ടത്? കോൺവാലിസ് പ്രഭുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ്. അമേരിക്കക്കാരുമായിട്ട് ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ സൈനിക സഹായത്തോടെ ജോർജ് വാഷിംഗ്ടൺ വിജയം നേടുകയും ബ്രിട്ടീഷ് ജനറൽ കോൺവാലിസ് പ്രഭു പരാജയം സമ്മതിക്കുകയും ചെയ്തു. വാലും ചുരുട്ടിയോടി. വാലുണ്ട് ഇവിടെ. കോൺവാലിസ് ചോദിച്ചിട്ടുണ്ട്. ഇനിയോ പാരീസ് ഉടമ്പടി. ഞാൻ നേരത്തെ പറഞ്ഞു 1783. 1773 പ്ലസ് 10, 73 ടീ പാർട്ടി. 10 വർഷം കഴിഞ്ഞപ്പോ 1783. ഇങ്ങനെ വളരെ അതിശയങ്ങളുണ്ട് ചരിത്രത്തിൽ. 1757 പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് രാജ ആരംഭിക്കുന്നു. 100 വർഷം കഴിഞ്ഞപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അന്ന് ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവ് പരാജയപ്പെടുത്തുന്നു. 1857 എന്ത് നടക്കുന്നു? അവിടെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. ചരിത്രത്തിന്റെ ചില യാദൃശ്ചികങ്ങളാവാം. അവിടെ 100 വർഷം കഴിഞ്ഞ് 1773 ടീ പാർട്ടി നടക്കുന്നു. 1783 പാരീസ് ഉടമ്പടി. ബ്രിട്ടൻ അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു. ഈ പാരീസ് ഉടമ്പടി കേട്ടാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതല്ല, അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നോക്കൂ, അമേരിക്കൻ വിപ്ലവം ലോകത്തിന് നൽകിയ സംഭാവനകൾ എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ ബുള്ളറ്റ് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് സ്ഥിരം PSC പരീക്ഷയ്ക്ക് പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. ഒന്നാമത്തെ കാര്യം അത് ഓർക്കേണ്ടത്, ലോകത്തെ ആദ്യത്തെ ലിഖിത ഭരണഘടന ആരുടേതാണ്? അമേരിക്കയുടേതാണ്. ലോകത്തെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന, ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടേതാണ്? അത് ഇന്ത്യയുടേതാണ്. മാത്രമല്ല, ഇന്ത്യ മൗലികാവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. മറ്റൊന്ന് ഫെഡറൽ ഗവൺമെന്റ് എന്നുള്ള ആശയം, അത് അമേരിക്കയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വിവിധ ഗവൺമെന്റുകൾ അധികാരം പങ്കിടുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഫെഡറൽ സംവിധാനം ഉണ്ട്. അവിടെ കേന്ദ്രത്തിൽ ഒരു യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്, സംസ്ഥാനങ്ങളിൽ നിയമസഭകളുമുണ്ട്, ഇവ സംസ്ഥാന ഗവൺമെന്റുകളുമുണ്ട്. ഇവ തമ്മിൽ അധികാരം പങ്കിടുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതുപോലെയുള്ള ഫെഡറൽ സംവിധാനം, ഈ ഫെഡറൽ ഗവൺമെന്റ് എന്ന നൂതന ഭരണ സംവിധാനം, ലോകത്തെ ആദ്യത്തെ ആധുനിക ജനാധിപത്യ റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഓർക്കണം, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണത്തലവൻ
ഉണ്ടാകുന്ന രാഷ്ട്രത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യ റിപ്പബ്ലിക്കാണ്. അമേരിക്ക അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ റിപ്പബ്ലിക്കായി. ജോർജ് വാഷിംഗ്ടൺ എന്തായി മാറി? USA ആദ്യ പ്രസിഡന്റായി മാറി. ഫ്രഞ്ച് വിപ്ലവം ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള കോളനി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ആവേശകരമായ മാറിയത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ക്ലിയർ ആണല്ലോ ആ പോയിന്റ്? അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ കാലഗണന നോക്കുമ്പോ 1764 ഷുഗർ ആക്ട്, 65 സ്റ്റാമ്പ് ആക്ട്, നോക്കൂ 67 ടൗൺഷെൻഡ് ആക്ട്. നോക്കൂ 60കളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ മിഡിലായിട്ട് 60കളിൽ 64, 65, 67 അതില് ഷുഗർ ആക്ട്, സ്റ്റാമ്പ് ആക്ട്, ടൗൺഷെൻഡ് ആക്ട്. 1770കളാകുമ്പോ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ചൂടുപിടിക്കുകയാണ്. ബോസ്റ്റൺ ടീ പാർട്ടി 73, 74 ഒന്നാം ഫിലാഡൽഫിയ, 75 രണ്ടാം ഫിലാഡൽഫിയ, 76 മൂന്നാം ഫിലാഡൽഫിയ വരുന്നുണ്ട് അല്ലെ? 73, 74, 75, 76. അതിൽ 1776 ജൂലൈ 4 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, മൂന്നാം ഫിലാഡൽഫിയ സമ്മേളനം അല്ലെ? അതുപോലെ തന്നെ 1775 രണ്ടാം ഫിലാഡൽഫിയ സമ്മേളനം, ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. അതുപോലെ തന്നെ ജോർജ് വാഷിംഗ്ടണിനെ സൈന്യാധിപനായി തെരഞ്ഞെടുക്കുന്നു. 74 ഒന്നാം ഫിലാഡൽഫിയ, പങ്കെടുക്കാത്തത് ജോർജിയ. അത് കഴിഞ്ഞാൽ 89 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അതേ കാലഘട്ടത്തിൽ തന്നെ യോർക്ക് ടൗൺ യുദ്ധം, അമേരിക്കൻ ജയം, ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും സഹായത്തോടെ. അവിടെ പരാജയപ്പെട്ട ആള്, വാലും ചുരുട്ടിയ ആളാരാണ്? കോൺവാലിസ് പ്രഭു. 83 പാരീസ് ഉടമ്പടി, ബ്രിട്ടന്റെ ഔദ്യോഗിക അംഗീകാരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് ജെയിംസ് ഓട്ടിസ് ആണ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, പെയിൻ കോമൺ സെൻസ് എന്നുള്ള ലഘുലേഖ. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 1776 ജൂലൈ 4. ഞാൻ തെറ്റി പറഞ്ഞിട്ടുണ്ട്, 1781 തെറ്റാണ്. 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഫിലാഡൽഫിയ, മൂന്നാം ഫിലാഡൽഫിയ സമ്മേളനം. എന്നാൽ 1789 ഓഗസ്റ്റ് 12 ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പൊ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നിട്ടാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കുന്നത്. ആദ്യത്തെ അമേരിക്കൻ സൈനിക മേധാവിയും ആദ്യത്തെ US പ്രസിഡന്റും ജോർജ് വാഷിംഗ്ടൺ ആണ്. ടൗൺഷെൻഡ് ആക്ട്, ചാൾസ് ടൗൺഷെൻഡ്. ബോസ്റ്റൺ ടീ പാർട്ടി 1773 10 വർഷം കഴിഞ്ഞ് 1783 പാരീസ് ഉടമ്പടി. 342 തേയിലപ്പെട്ടികളാണ് കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. ജോർജ് വാഷിംഗ്ടണിനെ സൈന്യാധിപനായി തെരഞ്ഞെടുക്കുന്നുണ്ട്. 1781 യോർക്ക് ടൗൺ യുദ്ധം. ആ യോർക്ക് ടൗൺ യുദ്ധത്തിൽ കോൺവാലിസ് പ്രഭു പരാജയം സംഭവിക്കുന്നു. നമ്മുടെ പ്യൂരിറ്റന്മാർ, അവര് പിൽഗ്രിം ഫാദേഴ്സ് എന്നറിയപ്പെടുന്നു. അമേരിക്കയിലേക്ക് കുടിയേറിയ ആദ്യകാല ആളുകൾ. അവര് സഞ്ചരിച്ച കപ്പൽ മെയ്ഫ്ലവർ കപ്പൽ. ആദ്യ കുടിയേറ്റ സ്ഥലം മൗത്തിലാണ്, പ്ലൈമൗത്തിൽ പോയി മച്ചാന്മാർ സെറ്റായി മസാച്യുസെറ്റ്സിലാണ്. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോ ആലോചിക്കുക, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ അതിന്റെ PDF, ഇതുപോലത്തെ PDF നിങ്ങൾക്ക് അവിടെ കിട്ടും. ഒപ്പം തന്നെ അതിന്റെ എക്സാമുകൾ കിട്ടും. ഒരു ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ട്. അതുകൂടാതെ ഡെയിലി മാത്സ്, ഡെയിലി ഇംഗ്ലീഷ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഓർക്കുക. ഇത് മാത്രമല്ല 2027 LDC LGS വിജ്ഞാപനം വരാൻ പോവുകയാണ്. നോട്ടിഫിക്കേഷന് മുന്നേ ഒരുങ്ങിക്കോളൂ. ഇപ്പോ നമ്മുടെ ഒരു ടീമുണ്ട്, ആ കുട്ടികളോടൊപ്പം നിങ്ങൾക്കും ചേരാം. ഇപ്പൊ പുതിയ ബാച്ച് ആരംഭിച്ച സമയമാണ്. നിങ്ങൾക്ക് കോഴ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ 8075963937 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് അയക്കുക. അല്ലെങ്കിൽ ഞാൻ കോഴ്സിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പം വീണ്ടും നമുക്ക് കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.